Hi friends, welcome to Indian Wealth Solutions. I am BD Pradeep. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു റീപ്ലേ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. റീപ്ലേ നിങ്ങൾക്കറിയാം, മാർക്കറ്റ് കഴിഞ്ഞുപോയ മാർക്കറ്റിൻ്റെ ഒന്ന് വീണ്ടും പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഇതാണല്ലേ. പക്ഷെ നമുക്ക് പേടിയുള്ള ആൾക്കാർക്ക് ലൈവ് മാർക്കറ്റ് വരുമ്പോൾ എൻട്രി എടുക്കണമോ, ഇവിടെ നിന്ന് എൻട്രി എടുക്കണമോ ഡൗട്ടാണ്, പേടിയാണ് അല്ലേ. എടുത്താൽ തിരിയുമോ സെല്ലടിക്കുമോ എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, റീപ്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീപ്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ റീപ്ലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഇവിടെ കിട്ടും, റെസിസ്റ്റൻസ് ഇവിടെ കിട്ടുന്ന ലൈവ് മാർക്കറ്റ് പോലെ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എൻട്രി എടുക്കാനുള്ള പേടി മാറി കിട്ടും. ഓക്കെ, ഞാനിവിടെ കാണിക്കാം. മാർക്കറ്റ് അവിടെ ഓപ്പണായി, ഇന്നലത്തെ മാർക്കറ്റിൻ്റെ അപ്പ് സൈഡിലാണ്. ഇവിടെ ചെറിയൊരു ക്യാൻഡിൽ കണ്ടത് റേറ്റ് ടെസ്റ്റാണ്. അത് വീണ്ടും മാർക്കറ്റ് പോകുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ കാണുമ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് തിരിയണത് എങ്ങനെയാണ് അല്ലേ, എന്തുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് തിരിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇവിടെ നിന്ന് നല്ല ക്യാൻഡിലാണ് വന്നത്, ചെറിയ കുറച്ച് റെസിസ്റ്റൻസേ വന്നുള്ളൂ അല്ലേ. ഇവിടെ റേറ്റ് ടെസ്റ്റ് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഈ ആദ്യം ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ പകുതി പോലും വന്നിട്ടില്ല അല്ലേ, കാൽഭാഗം പോലും പൂർണ്ണമായിട്ടില്ല. എന്നിട്ട് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് പോയി. അവിടെ നിന്ന് എൻട്രി എടുക്കുക അല്ലെ, റീടെസ്റ്റ് ഇവിടെ റീടെസ്റ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, രണ്ടാം റീടെസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകൾക്ക് മുകളിലേക്ക് എടുക്കാം അല്ലേ. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കാം, ഇങ്ങനെ ഫോർമേഷൻ വന്നാൽ എന്ന് പഠിക്കാം. പിന്നെന്താണ്, ചെറിയ ചെറിയ ക്യാൻഡിലുകളുടെ സൈസ് കുറഞ്ഞു, വിക്കുകൾ കൂടി, പല സൈഡിലേക്ക് ചരിഞ്ഞ് അല്ലേ, വലുതായിട്ട് പൊക്കം വയ്ക്കാതെ, പൊങ്ങി പോകാതെ, സ്റ്റെപ്പ് അപ്പ് ആകാതെ സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോയി അല്ലേ. ഇവിടെ ചെറിയ സൈസ് ക്യാൻഡിലിൻ്റെ സൈസുകൾ കുറഞ്ഞു. മാർക്കറ്റ് നേരത്തെ ഉള്ള ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ റീടെസ്റ്റ് തന്നു, മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയി അല്ലേ. അപ്പോൾ സ്ട്രക്ചർ മാർക്കറ്റ് ഇവിടെ ക്യാരക്ടർ ചേഞ്ചായി, സ്ട്രക്ചർ മാറിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് തിരിഞ്ഞു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീപ്ലേ സ്ട്രാറ്റജി റീപ്ലേ ചെയ്ത് ഉപയോഗിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് ലീഡിൽ ചിലപ്പോൾ ഫ്രീ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചത് ട്രേഡിംഗ് ലീഡ് എന്നുള്ള ചാർട്ടാണിത്. പല ചാർട്ടുകളിലും മറ്റു പല ചാർട്ടുകളിലും ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് എന്താണ് കാര്യം കുറച്ചുകൂടെ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള പേടി മാറി കിട്ടും എന്നുള്ളതാണ്, സൈക്കോളജി സെറ്റാകും എന്നുള്ളതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ. വീണ്ടും മാർക്കറ്റിൻ്റെ ഹൈ പോയില്ല, മാർക്കറ്റിൻ്റെ പകുതി ഏരിയ പോലും ഇവിടെ റീടെസ്റ്റിൻ്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് താഴെ പോന്നു. ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഇവിടെ ഇത്ര മാത്രമേ മാർക്കറ്റിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ മുകളിലോട്ട് പോയുള്ളൂ. അപ്പോൾ ബയേഴ്സ് ഇല്ല എന്ന് മനസ്സിലാക്കാം അല്ലേ. വീണ്ടും റീടെസ്റ്റ് വന്ന് ഇവിടെ ഏരിയ ബ്രേക്ക് ചെയ്തു, രാവിലെ ഉണ്ടാക്കിയ ഒരു റീടെസ്റ്റ് എന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. അത് രാവിലെ ആദ്യം ഓപ്പൺ ചെയ്ത മാർക്കറ്റിൻ്റെ ലോയി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലോ അല്ലേ, ലിക്വിഡിറ്റി ഇതാ ഇവിടെ നേരത്തെ ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലൈവിൽ ഇത് റീപ്ലേ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ. ഇവിടെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു, എന്നിട്ട് എന്താണ് ഇവിടെ റീടെസ്റ്റ് വന്നു, അതിനെ കട്ട് ചെയ്തു, ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. എടുത്തിട്ട് എസ് നമ്മളെ കയ്യിൽ ഇരിക്കുകയല്ലേ. എസ് ഇരിക്കണമെന്നത് കൊണ്ടത്തോളം കാലം നമ്മൾ സേഫാണ്. എന്താണ് സേഫാണ്. എസ് വച്ചിരിക്കണം കേട്ടോ. എസ് കറക്റ്റായിട്ട് അവിടെ ഫിഗർ ആവാൻ കണക്കിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾക്കിവിടെ പൊസിഷൻ എൻട്രി റീടെസ്റ്റ് വന്നു, അടുത്ത് നമ്മളിവിടെ പൊസിഷൻ എൻട്രി എടുക്കുകയാണ്. എത്ര റിസ്ക് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, വച്ചിട്ട് നമുക്ക് എൻട്രി എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. സ്പീഡ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സമയം കിട്ടും. നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ കളഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എത്ര ഏരിയ നിങ്ങൾക്ക് എസ് വയ്ക്കാൻ പറ്റി, എത്ര ഏരിയയിൽ എസ് വയ്ക്കാൻ പറ്റും, ഇതിൻ്റെ എത്ര ശതമാനം 1:2 എത്ര ശതമാനം പോയി അല്ലേ, മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ എത്ര ശതമാനം പോയി, എസ് അടിക്കുമോ അല്ലേ. അങ്ങനെയുള്ള മാർക്കറ്റ് അടുത്ത് താഴേക്ക് സ്ട്രക്ചർ മാറി അല്ലേ. നമ്മളിവിടെ മാർക്കറ്റ് ചെറിയ ക്യാൻഡിലാണ്, സ്ട്രക്ചർ മാറി. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റീടെസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് എൻട്രി പോസിബിളാണ് അല്ലേ. അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ലോയിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെ പ്രാക്ടീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള പേടി ഈ റീപ്ലേ സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ സൈക്കോളജി കുറച്ചുകൂടെ അപ്ഡേറ്റ് ആകും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ കൂടെ ഞാൻ നിങ്ങളുടെ
മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് പേടി മാറിക്കഴിഞ്ഞാൽ, ഈ സൈക്കോളജി വർക്ക് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു റീടെസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് വീണ്ടും ഇവിടെ സെല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു എൻട്രി പോസിബിൾ ആണ്, അല്ലേ?